ഹലോ, ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ദോശ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ദോശയാണ്. ദോശമാവിലേക്ക് ബീട്രൂട്ടിൻ്റെ ഒരു മിക്സും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആ ബീട്രൂട്ടിൻ്റെ മിക്സ് ഒന്ന് തയ്യാറാക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് കട്ട് ചെയ്തത്, ഒരു പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഈ മിക്സിക്കുള്ള ഉപ്പ് മാത്രം മതി, ദോശമാവക്കുള്ളത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. വെള്ളം ഓവർ ആവരുത്, ഒരു ടൈറ്റിൽ വേണം അരച്ചെടുക്കാൻ, അല്ലെങ്കിൽ മാവ് ലൂസായി പോകും. ഇനി അത് മാവിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം. ദോശമാവ് തലേ ദിവസം ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവാണ്. ഇനി അത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ മാവ് നല്ലൊരു കളറ് വന്നിട്ടുണ്ട്. ഈ കളറിലായിരിക്കും നമ്മുടെ ദോശ ഉണ്ടാവുക. കളർ പോലെ തന്നെ കാണാനും രസമാണ്, കഴിക്കാനും രസമാണ്. അപ്പോൾ മാവ് റെഡിയായി. ഇനി ദോശ ചുട്ടെടുക്കാം. ദോശ കുക്കായി വരുമ്പോൾ കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കാം. ദോശ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. ഇനി ഈ ദോശയ്ക്കുള്ള ഒരു ചട്നിയാണ് തയ്യാറാക്കുന്നത്. സ്പെഷ്യൽ ചട്നിയാണ്, ഗ്രീൻ കളറായിട്ടുള്ള ചട്നിയാണ് കേട്ടോ. ദോശേൻ്റെ ഒപ്പം മാത്രമല്ല, അപ്പം, ഇഡ്ഡലി, പാലപ്പം, ഇതിൻ്റെ ഒക്കെ ഒപ്പം മാച്ച് ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് മിക്സിൻ്റെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചീൻ്റെ ഒരു പീസ്, 2 പച്ചമുളക്, പിന്നെ കുറച്ച് പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഈ ചട്നിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തരുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു പച്ച കളറിന് വേണ്ടിയിട്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി അതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം പറഞ്ഞ് മിക്സാക്കി കൊടുക്കുക. ചട്നി ലൂസാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിക്കുക. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർക്കാം. അപ്പോൾ ഫൈനലി നമ്മുടെ പച്ച ചട്നി ചുവന്ന ദോശയും റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും നല്ലൊരു കോംബോ ആണ് കേട്ടോ. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ഡിഷാണ് ആൻഡ് വെറൈറ്റി ടേസ്റ്റും കൂടിയാണ് കേട്ടോ.